സിറ്റാഡൽ യൂണിവേഴ്സ്. സിറ്റാഡൽ എന്ന് പറയുന്ന സീരീസ് 2023 ആമസോൺ പ്രൈമിൽ റിലീസായ സമയത്ത് ഞാനിതൊരു വലിയ യൂണിവേഴ്സ് ആക്കി എടുക്കാനാകും എന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഓക്കെ, ഇത് നമ്മൾ യൂഷ്വലി കാണാറുള്ള പോലെ തന്നെ സിറ്റാഡൽ സീസൺ 1, സീസൺ 2, സീസൺ 3 എന്നുള്ള രീതിയിൽ പോകും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ റൂസോ ബ്രദേഴ്സാണ് അവർ ഈ ഒരു സ്റ്റോറിയെ ഒരു വലിയ യൂണിവേഴ്സ് ആക്കി എടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് 2 പുതിയ സീരീസുകളൂടി വരുന്നുണ്ട്. അത് ആദ്യത്തെ സീരീസ് സിറ്റാഡൽ ഡയാന എന്ന് പറയുന്ന ഇറ്റാലിയൻ സ്റ്റോറി ചർച്ച ചെയ്തു പോകുക, ഇറ്റലിയിലെ ഒരു സ്പൈ ഏജൻറ്റിനെ പറ്റിയുള്ള സ്റ്റോറി ചർച്ച ചെയ്തു പോകുന്ന സീരീസ് ഒക്ടോബർ 10 ആമസോൺ പ്രൈമിൽ റിലീസാവും. 6 എപ്പിസോഡുകളായിരിക്കും അതിനുണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഒരു ഇന്ത്യൻ സീരീസാണ് വരുന്നത്. അത് 2 സ്പൈ ഏജൻസി, അതും സിറ്റാഡൽ തന്നെയാണ്. സിറ്റാഡൽ ഹണി ബണി എന്ന് പറയുന്ന 2 സ്പൈ ഏജൻസിനെ പറ്റിയിട്ട് അവരുടെ സ്റ്റോറി പറഞ്ഞു പോകുന്ന ഒരു ഇന്ത്യൻ സീരീസ് നവംബർ 7 റിലീസ് ആകുന്നുണ്ട്. അപ്പം ഈ സിറ്റാഡൽ എന്ന് പറയുന്ന ആദ്യത്തെ സീരീസ് 300 മില്യൺ ബഡ്ജറ്റിലാണ് വന്നത്. പ്രിയങ്ക ചോപ്രയും റിച്ചാർഡ് മാർഡനും, അതായത് മെയ്സൺ ഗെയിനും നാഡിയ സിൻഹ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് വന്നു. അത് ഗംഭീര സാധനമായിരുന്നു. അത്യാവശ്യം നല്ല ക്രിട്ടിക്സൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ആക്ഷൻ സീക്വൻസുകളുണ്ടായിരുന്നു. 2 പേരും നല്ല കട്ടക്കി കെമിസ്ട്രി ആയിട്ട് നിന്നിട്ടാണ് സാധനം ചെയ്തു പോയത്. അതിൻ്റെ ഒരു സീസൺ 2 ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അവസാനം ഞാൻ കണ്ടത്. കാരണം പ്രിയങ്ക ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് പേജ്. അപ്പം ആ ഒരു സാധനം 2025 വരും. അപ്പം ഇനിയും പുതിയ സ്റ്റോറികൾ അല്ലെങ്കിൽ പുതിയ സീരീസുകൾ വരാൻ സിറ്റാഡൽ എന്നുള്ള പേരിൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് സിറ്റാഡൽ ഹണി ആൻഡ് ബണി എന്ന് പറയുന്ന സീരീസിന് വേണ്ടിയിട്ടാണ്, സിറ്റാഡൽ ഡയാനേക്കാളും. കാരണം ഒരു ഇന്ത്യൻ സ്റ്റോറിയാണ് അതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഈ ഒരു സീരീസുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രാജ്യത്തെ ബേസ് ചെയ്തിട്ടാണോ സ്റ്റോറി ഇടുന്നത് അവിടുത്തെ തന്നെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സുമാണ് സാധനം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ആ ഒരു രാജ്യത്തെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും, ആ രാജ്യത്തെ ഏജൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഇവർ ഈ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നത്. ഇനിയും വരാനുണ്ട്. ഇപ്പം ഇനി ഇറ്റലിയായി, ഇന്ത്യയായി, മെക്സിക്കോ, അങ്ങനെ കുറേ രാജ്യങ്ങളെ പറ്റിയിട്ട് ഇവർ ഓരോരോ സാധനങ്ങൾ, ഇപ്പോൾ ബ്രാഞ്ചസ് പോലെ അല്ലെങ്കിൽ ടൈം ലൈൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, യൂണിവേഴ്സുകളൊക്കെയാണ്. അപ്പോൾ ഓരോ സാധനങ്ങൾ ഇവർ ചെയ്തു വരുന്നുണ്ട്. എന്തായാലും സിറ്റാഡൽ യൂണിവേഴ്സ് ഒരു വലിയ യൂണിവേഴ്സ് ആക്കി മാറ്റാൻ ആമസോൺ പ്രൈമിൻ്റെ ഒരു ഹിറ്റ് സാധനമാക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും വലിയൊരു ബിഗ് ബഡ്ജറ്റ് സാധനം തന്നെയാണ്. കാരണം ഒരുപാട് ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉള്ള ഒരു സീരീസ് തന്നെ ആയിരിക്കും ഇതിൻ്റെ സെക്കൻഡ് സീസണും. അതേപോലെ തന്നെ ഈ വരാനായിട്ടുള്ള സിറ്റാഡൽ ഡയാനയും സിറ്റാഡൽ ഹണി ആൻഡ് ബണി എന്ന് പറയുന്ന സാധനങ്ങളും. എന്തായാലും വെയിറ്റിംഗ് ആണ്. ഈ ഹണി ആൻഡ് ബണി എത്ര എപ്പിസോഡ് ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അത് ഇതിൻ്റെ ട്രെയിലർ ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ എപ്പിസോഡ് എത്ര ഉണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. 6 എപ്പിസോഡ് ആവാനാണ് ചാൻസ്. കാരണം സിറ്റാഡലിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് എല്ലാം 6 എപ്പിസോഡ് വെച്ചിട്ടാണ്. സിറ്റാഡൽ ഡയാന 6 എപ്പിസോഡാണ്. ഒക്ടോബർ 10 റിലീസ് ആകുന്നത്. 6 എപ്പിസോഡ് അന്നേ റിലീസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു ആമസോൺ പ്രൈമിൻ്റെ ഇത് വെച്ചിട്ട് വീക്കിലാണ് റിലീസ് ചെയ്യേണ്ടത്. ഇനി ഇതിന് അറിയില്ല. എൻ്റെ ഒരു ഇത് പറയാം, തോട്ട് പ്രോസസ്സ് ഞാൻ പറയുകയാണ്, വീക്കിലി ആയിരിക്കണം റിലീസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 അങ്ങനെയാണെങ്കിൽ നവംബർ 7 മറ്റേ റിലീസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അത് നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും കിടിലൻ 2 സീരീസാണ് ആമസോൺ പ്രൈമിൻ്റെ സൈഡിൽ നിന്ന് വരാനായിട്ട് പോകുന്നത്. വെയിറ്റിംഗ് ആണ്. നിങ്ങൾ സിറ്റാഡൽ കണ്ടിട്ടുണ്ട്, നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് സിറ്റാഡൽ കണ്ടിട്ട് ഫീൽ ചെയ്യുമെന്നുള്ളത്. നിങ്ങൾ ഈ 2 സീരീസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, ഒന്നും കൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.